ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു. അത് സാധാരണത്തിൽ അതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കാവുന്നതാണ്. അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി. നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ്. ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായി തന്നെ നിർവഹിച്ചല്ലോ. അല്ല, ഇതിൽ വേറെ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചു. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ്. പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിന്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനശില, ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം സഭയിൽ അങ്ങനെ വായിക്കാം. ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വായിക്കാം. ചിലപ്പോൾ ഞങ്ങളും മന്ത്രിമാരും വയ്ക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. എന്തായാലും ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗവർണർക്ക് വലിയ രാഷ്ട്രീയ വിമർശനവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്യാമ്പയിനുകളുമാണ് ഇടതുപക്ഷം സംസ്ഥാനം നടത്തുന്നത്. അങ്ങനെയുള്ള അതിന്റെ ഗവർണർക്ക് ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം നയപ്രഖ്യാപനം അതെന്തുകൊണ്ടാണ്? ഈ ഫെഡറലിസത്തിന് ശക്തിപ്പെടുത്തുന്ന അവസാനം അദ്ദേഹം വായിക്കാൻ തന്നെ എന്താ അതിന്റെ അർത്ഥം? എല്ലായിടത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാനുസൃതമായ സ്വയംഭരണത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റേതുമായിട്ടുള്ള പദവികളുണ്ട്. ആ ഭരണഘടനാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫെഡറലിസത്തിനകത്തുള്ളത്. അതിലെല്ലാ ഭാഗവും വരും. അപ്പൊ അതിനകത്ത് നയപ്രഖ്യാപനം പൊതുവെ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളാണ്. ഓരോ മേഖല എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഭരണഘടനാനുസൃതമായിട്ടുള്ള മൂല്യങ്ങളെ ഞങ്ങൾ എങ്ങനെ മുറുകെ പിടിക്കുന്നു, ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാട് എന്താണ്, അതെല്ലാം അതിമനോഹരമായി തന്നെ നയപ്രഖ്യാപനത്തിനകത്തുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. അത് നമ്മുടെ നിങ്ങൾ ആദ്യം വിചാരിച്ചതേ, ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ഇതിന് ഗവർണർക്കെതിരെ ശക്തമായി ഒന്നുമില്ലാത്തത് കൊണ്ട് അദ്ദേഹം വായിച്ചു എന്നൊരു സ്ക്രിപ്റ്റ്, അത് വിട്ട് പുതിയ സ്ക്രിപ്റ്റ് പിടിക്കും. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം വായിച്ചു അവസാനം വായിച്ചു. അല്ല, അങ്ങനെയാണ് പിന്നെ മുഴുവൻ വായിക്കുന്നതിന്റെ അവർ പറയാതിരുന്നത്. അവർ അങ്ങനെയല്ലോട്ട് വിളിച്ചു പറഞ്ഞു. നമ്മളോട് കാണേണ്ടതേ എന്താ ഒത്തുതീർപ്പ് വഴങ്ങൽ. ഞങ്ങൾക്ക് ഒത്തുതീർപ്പും വഴങ്ങലിന്റെ പ്രശ്നമില്ല. ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭരണഘടനാനുസൃതമായിക്കൊണ്ട് ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ സമീപനം സ്വീകരിക്കണം. ഭരണഘടനാനുസൃതമായി മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിധേയമായി അദ്ദേഹം പ്രവർത്തിക്കണം. അപ്പൊ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതൊരു വഴങ്ങലോ അദ്ദേഹം കീഴടങ്ങലോ അല്ല. ഞങ്ങളും അദ്ദേഹവും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നുള്ളൂ. അല്ലാണ്ട് ഗവർണർ മന്ത്രിസഭയ്ക്കോ ഗവൺമെന്റിനോ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ഗവർണർക്കോ കീഴടങ്ങുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. നാളെ നടക്കുന്ന അനുഭവം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? അല്ല, അതിപ്പോ സമയമുണ്ടല്ലോ. ഡൽഹിയിൽ സമരമല്ല അവിടെ സമ്മേളനമാക്കി മാറ്റിയ പ്രതിപക്ഷ വിമർശനം എന്താണ് ഈ സമരത്തിനെ കുറിച്ച്? സമരം പല രൂപങ്ങളുണ്ടല്ലോ. ഇത് സമരമല്ല. ഇതുവരെ നിങ്ങൾ ഡൽഹിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അസ്വസ്ഥ വന്നു. അതിന്റെ ഭാഗമായിട്ടൊരു നിർമ്മിതമായിട്ടൊരു കഥയാണ്. സമരത്തിന് പല രൂപങ്ങളുണ്ട്. ധർണ സമരമുണ്ട്, പിക്കറ്റിംഗ് സമരമുണ്ട്, നിൽപ്പ് സമരമുണ്ട്, ഇരുപ്പ് സമരമുണ്ട്, സത്യാഗ്രഹമുണ്ട്, നിരാഹാരമുണ്ട്, ശ്രദ്ധ ക്ഷണിക്കൽ സമരമുണ്ട്. പല രൂപത്തിലുള്ള സമരങ്ങളുണ്ട്. ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയ മാധ്യമം വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ പാർലമെന്റ് വളയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ പോയി വേറെ ഏതെങ്കിലും രൂപം. ഞങ്ങൾ പറഞ്ഞത് മന്ത്രിസഭയാകെ അവിടെ പോയി ഇരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് എന്തിനാ? മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് മറ്റ് മുഖ്യമന്ത്രിമാരെയും മറ്റ് പാർട്ടി നേതാക്കന്മാരെയും ഞങ്ങൾ വിളിക്കുന്നത് സമരത്തിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കാനല്ല. റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങളൊന്ന് വിട്ടുനോക്കിയാൽ ഇതാ ഈ സമരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാറില്ലേ? അപ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും, അഭിവാദ്യം പ്രസംഗിക്കുക. അവർ സമരത്തിൽ പങ്കെടുക്കാനല്ല അവരെ വിളിക്കുക. അവര് അതിനോടുള്ള സമ്മേളനത്തിലാണ് അവർ പ്രസംഗിക്കുക. അല്ലാതെ അവർ ഞങ്ങൾ ഇരിക്കുന്ന പോലെ അവിടെ ഫുൾ ടൈം ഈ ഉച്ചവരെയോ അല്ലെങ്കിൽ ഏതോ സമയം ഇരിക്കാനല്ല. അവരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് LDFന്റെ മാത്രം സമരമല്ല, ഇത് കേരളത്തിന്റെ സമരം കൂടിയാണ്. ഭരണഘടനയുടെ ഫെഡറൽ കാഴ്ചപ്പാടിന്റെ സമരമാണ്.
അത് ആ രൂപത്തിലല്ല എന്ന് വരുത്തി തീർക്കാണ്ട് ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം വാർത്തകൾ കാണാൻ കഴിയും. മറ്റ് സ്റ്റേറ്റുകളിൽ ആരെങ്കിലും വരാമെന്ന് അല്ല, ഞങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ കോടതിയിൽ കേസുണ്ട്, ആ കേസിന്റെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്.